ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ പെട്ടെന്നൊക്കെ ഒരു ഡെസേർട്ടൊക്കെ കഴിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നല്ല വൈറലായിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് പഴം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ പഴത്തിൻ്റെ പീസ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പഴം സ്മാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേറൊരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് അതിലും ഇതുപോലെ പഴം ഫില്ല് ചെയ്ത് നമ്മൾ 3 സ്ലൈസാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ബ്രെഡിനെ നല്ല പോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് തന്നെ ബട്ടർ ഇട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. 2 ഭാഗവും നല്ല പോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോൾ ഉള്ളിലെ ഫില്ലിങ് പോവാണ്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നല്ലപോലെ പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫില്ലിങ് പോകുന്നില്ല. ഇനി നല്ലപോലെ ഒന്ന് ഇതായതിനു ശേഷം നമ്മളിതിലേക്ക് പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീയൊന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഒരു പാലിൻ്റെ മിക്സ് ബ്രെഡിൽ നല്ല പോലെ ആയതിനു ശേഷം നമ്മൾ ആ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല പോലെ ഒന്ന് പാലൊന്ന് വറ്റി വരണം കേട്ടോ. വറ്റിയിട്ട് ബ്രെഡിൽ നല്ല പോലെ ഒന്ന് കോട്ടായി കിട്ടണം. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ അതൊന്ന് ബ്രെഡിൻ്റെ സ്ലൈസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ടിട്ട് ആ ഭാഗത്ത് ഇതുപോലെ തന്നെ നമ്മൾ ആ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. പാലിൽ പഞ്ചസാര ചേർത്തിട്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. പാലിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് തന്നെ ചെയ്യുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി 2 ഭാഗം നല്ല പോലെ പാലിലൊന്ന് സോക്കായതിനു ശേഷം നമ്മളിത് പാനിൽ നിന്ന് എടുത്തു മാറ്റുക. ഇനി നമുക്ക് ഇങ്ങനെ കഴിക്കാം, ഇല്ലെങ്കിൽ പാലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.